പ്രീമിയർ ലീഗിലും ലാ ലീഗയിലും ഒക്കെ റിയൽ ഫുട്ബോൾ മാച്ചസ് നടക്കുമ്പോൾ ഈ യൂട്യൂബേഴ്സിന്റെ കളിയൊക്കെ ആര് കാണാനാ? ഇറ്റ്സ് മീ, ഞാൻ കാണും. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. റിയൽ ഫുട്ബോൾ മാച്ചസ് എല്ലാ ആഴ്ചയും നടക്കണില്ലേ? ഈ സൈഡ്മാൻ ചാരിറ്റി മാച്ച് കൊല്ലത്തിൽ ഒരു വട്ടം നടന്നു. അപ്പൊ അത് കാണാം. ആൻഡ് ഉള്ള കാര്യം പറയാം, റിയൽ ഫുട്ബോൾ മാച്ചസിനെക്കാളും കൂടുതൽ എന്റർടൈനിങ് ആയിരുന്നു ഈ ഒരു മാച്ച്. അത് അത്രേ ഉള്ളൂ. ഇത്രയധികം സ്റ്റോറി ലൈനും റിഡംഷൻ ആർക്കും ഒരൊറ്റ മാച്ചിൽ നിന്ന് ഇത്രയും അധികം എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടൂല. ആദ്യം തന്നെ ഐ ഷോ സ്പീഡ് ഉള്ള കാര്യം തുറന്നു പറയാം. ഈ ചെങ്ങായി ഒന്ന് വേണമെന്ന് വെച്ച് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ്സ് ഓവർ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പന്തും കാലും ഒന്ന് കണക്ട് ചെയ്യാൻ ആൾ ശരിക്കും പഠിച്ചാൽ മതി. എന്നാൽ തന്നെ ഇന്നലെ ആൾക്ക് 3-4 ഗോൾസ് അടിക്കാനും. എനിവേ, ചെക്കൻ ഇന്നലെ യൂട്യൂബ് ഓൾ സ്റ്റാർസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. കുറച്ച് ചാൻസസ് ഒക്കെ മിസ്സാക്കിയെങ്കിലും 1 ഗോള് 2 അസിസ്റ്റ് ആൻഡ് ഷൂട്ട് ഔട്ടിലെ ഫൈനൽ പെനാൾട്ടിയുടെ മൊത്തം പ്രഷറും ഒക്കെ ഏറ്റെടുത്ത് ലൈക്ക് ഈസ് ഐഡൽ. അണ്ണനെ പോലെ ഗോൾ കീപ്പർക്ക് ഒരു ചാൻസും കൊടുക്കാതെ ആള് സ്കോർ ചെയ്ത് ടീമിനെ ജയിപ്പിച്ചു. ചെങ്ങായി പെനാൾട്ടി മിസ്സാക്കാൻ വേണ്ടി അടിച്ചത് തോന്നുന്നുണ്ട്, നേരെ കീപ്പറെ കയ്യിക്ക്. പക്ഷേ കീപ്പർ അത്രക്കും വയ്യാത്തവനായതുകൊണ്ട് ഉള്ളിക്ക് പോയി. കീപ്പേഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ 2 ടീമിന്റെ കീപ്പേഴ്സും എക്സ്ക്യൂസി ആൻഡ് സ്കെച്ച്, 2 ആൾക്കാരും കുറച്ച് കിഡിലൻ സേവ്സ് നടത്തും ചെയ്യും. എന്നാൽ അടുത്ത മൊമെന്റിൽ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്യും. ഐ മീൻ, ഓരോ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവര് റിയൽ ഗോൾ കീപ്പേഴ്സ് ഒന്നും അല്ലല്ലോ. 2 ആളും ഏകദേശം സെയിം പെർഫോമൻസ്. 9 കിഡിലൻ സേവ്സ് നടത്തിയപ്പോൾ 3 ഗോൾസ് അവരെന്നെ മണ്ടത്തരം കാണിച്ച് കൺസീഡ് ചെയ്തു. ഇവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്ലെയർ ആണ് മാൻ ഓഫ് ദി മാച്ച് ആയത്. കാരണം പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം തന്നെ നടന്നു. യൂട്യൂബ് സ്പേസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോളേഴ്സിൽ ഒരാളായിട്ടുള്ള സൈമൺ മിനിമിൻഡറിന്റെ പെനാൾട്ടി സ്കെച്ച് സേവ് ചെയ്തു. There's no way Sketch saves a penalty from Simon. There's no way. Stick it on target, it goes in. Simon! No way! I can't believe it's not butter! What just happened? തിയോ ബേക്കറിന്റെ ഹാർട്ട് ട്രിക്ക്, എക്സ്പെഷ്യലി മാച്ചിന്റെ 90-ാം മിനിറ്റിൽ സ്കോർ 9-9 ആക്കാൻ വേണ്ടിയിട്ട് അടിച്ച ആ ഒരു ക്ലച്ച് ഗോൾ. സെർക്ക ഫൈനലി ഒരു ചാരിറ്റി മാച്ച് ഗോൾ സ്കോർ ചെയ്യണു. യൂട്യൂബ് ഓൾ സ്റ്റാർസിന്റെ ഡിഫൻസിൽ ആംഗ്രി ജിഞ്ചിന്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. ഒരൊറ്റ മിസ്റ്റേക്കാണ് ആളുടെ ഭാഗത്തു നിന്ന് വന്നത്. ആ മിസ്റ്റേക്ക് ഇച്ചിരി വലുതാണെങ്കിലും അതിനു പുറമെ 1 ഗോള് 1 അസിസ്റ്റ്. ഇതൊരു ഫൺ മാച്ച് ആണെങ്കിലും ഫുട്ബോൾ ആണ്. അതിന്റെ സീരിയസ്നെസ് കൊടുത്ത ചുരുക്കം ചില പ്ലേയേഴ്സിൽ ഒരാൾ. കഴിഞ്ഞ ചാരിറ്റി മാച്ചിൽ റെഫറി കാർഡ് കൊടുത്തപ്പോൾ തിരിച്ച് യൂനോ റിവേഴ്സ് കൊടുത്ത ആളാണ് മാക്സ് ഫോഷ്. ഓഫ് കോഴ്സ് ഈ മാച്ചിലും ആൾക്ക് ആളുടേതായിട്ടുള്ള ചില പ്ലാൻസ് ഉണ്ടായിരുന്നു. ഗൈസ്, പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. കാരണം മാച്ചിന്റെ ഓരോ മിനിറ്റിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോ പിച്ചിലൊന്നും നടന്നിട്ടില്ലെങ്കിലും കമന്ററി ബോക്സിൽ ഇരുന്ന് സ്റ്റീഫൻ റൈസിന്റെ വകയുള്ള ഓരോ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. Next to Harry, KSI in defence. Wow. Fun fact, when KSI asks for head, his girlfriend tells him he's got enough. In goal, it is Sketch. I don't know if Sketch is any good at catching the ball, but I have seen him throwing it back. വേറെപ്പം എന്താ, ഐഷോ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ആൾക്കുള്ള ഹൈപ്പ് അത് വേറെ തന്നെയാണ്. ആള് ആ ഒരു പെനാൾട്ടി സ്കോർ ചെയ്തതിന് ശേഷം ആ സൂഡാൻ വന്നപ്പോഴുള്ള ഗൈസ്, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. CR7 ഗോൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സൂ ഇടുമ്പോഴുള്ള റിസപ്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫാൻസിന്റെ റിയാക്ഷൻ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ആണ് ആൾക്ക് ഇന്നലെ കിട്ടിയത്. ഇറ്റ്സ് ക്രേസി. അതിന് പുറമെ മാച്ച് കഴിഞ്ഞപ്പോൾ CR7 ജൂനിയർ സ്പീഡിനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താ? മാച്ച് ലൈവായിട്ട് കാണുമ്പോൾ എനിക്ക് ചിരി വന്ന ഒരു സംഭവമുണ്ട്. സ്പീഡ് അത്രക്കും സീരിയസ് ആയിട്ട് ആ പെനാൽറ്റി എടുക്കാൻ വരുന്ന ആ ഒരു റണ്ണപ്പിന്റെ മൊമെന്റിൽ എത്രയൊക്കെ CR7 കോപ്പി അടിക്കാൻ പറ്റുമോ അത്രയൊക്കെ ആള് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെങ്ങായി ഒരു സംഭവം. ഇനി അണ്ണനെ പോലെ ടാപ്പിനടിക്കാനും കൂടെ പഠിച്ചാൽ മതി. ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ഒരു പന്തും കാലും തമ്മിലുള്ള കണക്ഷൻ അതെങ്ങനെയെന്ന് ആൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ആക്ച്വലി ഹി ഈസ് നൗ ബെറ്റർ ദാൻ അണ്ണൻ. അണ്ണന്റെ ടീമിന് ലാസ്റ്റ് 5 മാച്ചിൽ ഒരൊറ്റ ജയം മാത്രമേ ഉള്ളൂ. സ്പീഡിന് 1 മാച്ച് 1 ജയം. ആള് ക്യാപ്റ്റൻ, വിന്നിങ് പെനാൾട്ടി സ്കോർഡ്. ഒരു കമ്പാരിസൺ ഇല്ലനി. വേറെപ്പം എന്താ, ഇതാ ഞാൻ പറഞ്ഞത്, സോ മെനി ഗുഡ് മൊമെന്റ്സ്. എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ വരെ കിട്ടുന്നില്ലപ്പോൾ. നിങ്ങളൊരു കാര്യം ചെയ്യുക,
ഒന്നെങ്കിൽ ആ സ്ട്രീം പോയിട്ട് റീവാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഹൈലൈറ്റ്സ് കുറേ ഉണ്ട്, അത് പോയിട്ട് കാണുക. മാച്ചിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. വിഷ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആവശ്യമില്ലാതെ ഒരു മാച്ച് ജയിച്ചു, മുംബൈൻ്റെ പ്ലേ ഓഫ് കൊളാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത്രക്കുള്ളൂ. ബൈ.